വിനീത LDF സർക്കാരിന്റെ കാലത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പിണറായി വിജയൻ MR അജിത് കുമാറിനെ സംരക്ഷിച്ചത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. CPI എന്ന് പറയുന്ന മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി പരസ്യമായി MR അജിത് കുമാറിനെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ പരസ്യമായി പറഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് സർക്കാർ മാറി വന്നു. സർക്കാർ മാറി വരുമ്പോഴായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അറിയപ്പെട്ട ആ മർദ്ദനം, ക്രൂരമർദ്ദനം, അതിൻ്റെ വാർത്തകൾ വീണ്ടും സജീവമാകുന്നത്. ഒന്നാമത്തെ മന്ത്രിസഭാ യോഗം തന്നെ അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ തന്നെ അതിലൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. അതായത് TP ചന്ദ്രശേഖരൻ കൊലക്കേസിന്റെ സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ ഒരാളെന്ന് അന്ന് അന്വേഷണ സംഘം കരുതിയ CPIM-ന്റെ അന്നത്തെ പ്രധാനപ്പെട്ട നേതാവ് P മോഹനെ കൊയിലാണ്ടിയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത അന്നത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന AP ഷൗക്കത്ത് അലി അതിൻ്റെ ഈ സംഭവത്തിൻ്റെ അന്വേഷണ തലവനാകുന്നു. മാത്രവുമല്ല, മുടക്കോഴിമലയിലെത്തി കൊടിസുനിയെയും സംഘത്തെയും പിടിച്ച AP ഷൗക്കത്ത് അലിയെ കഴിഞ്ഞ 10 വർഷക്കാലം എവിടെയും കണ്ടില്ല എന്നുള്ളതാണ്. NIA-യിലേക്ക് പോയ കാലാവധി മാറ്റി നിർത്തിയാൽ തന്നെയും വേറെ എവിടെയും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് വന്നില്ല. ആ ഷൗക്കത്ത് അലി ഇതിൻ്റെ കേസ് അന്വേഷിക്കുന്നു. അങ്ങനെ 2 രാഷ്ട്രീയ പ്രാധാന്യം ആ കേസിനുണ്ടായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയത്. യഥാർത്ഥത്തിൽ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അടിച്ചമർത്തിയ ആ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അതിഭീകരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ മാത്രം മതിയായിരുന്നു ആ കേസിലൊന്ന് അവർക്കെതിരെ നടപടിയെടുക്കാൻ. പക്ഷേ പിണറായി വിജയന്റെ അന്നത്തെ പോലീസ് അവർക്ക് സംരക്ഷണ കവചമൊരുക്കി. പക്ഷേ അതിന് പിന്നാലെ നടന്ന അന്വേഷണം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അന്വേഷണം, അത് അട്ടിമറിച്ചതിന് പിന്നിൽ അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന MR അജിത് കുമാർ ആണ് എന്ന കണ്ടെത്തലാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘം നടത്തിയത്. AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ മതിയായ മൊഴികൾ ശേഖരിച്ചു, രേഖകൾ ശേഖരിച്ചു. ഒപ്പം 2 മറ്റ് കൂടെയുള്ള SI-മാരും സഹായിച്ചു എന്ന നിർണായക തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് കിട്ടിയ ഒടുവിൽ റിപ്പോർട്ട് DGP-ക്ക് കൈമാറി. DGP അത് പരിശോധിച്ചു. വളരെ പെട്ടെന്ന് നടപടിയെടുത്താൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് ഏറ്റവും അവസാനം 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇത് സർക്കാരിലേക്ക് കൈമാറുന്നത്. സർക്കാരിലേക്ക് കൈമാറി 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് കർശനമായ നടപടി, സസ്പെൻഷൻ MR അജിത് കുമാറിന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിവാദങ്ങളിൽ ഒരുപാട് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു MR അജിത് കുമാർ. ലോ ആൻഡ് ഓർഡർ ADGP എന്ന സുപ്രധാന പദവിയിലായിരുന്നു ഭൂരിപക്ഷ കാലവും MR അജിത് കുമാർ ഉണ്ടായിരുന്നത്. MR അജിത് കുമാറിനെതിരെ ഒരു ചെറുവിരലനക്കാൻ കേരള പോലീസിലെ ആർക്കും കഴിഞ്ഞിരുന്നതുമില്ല. പക്ഷേ കാലം മാറിയപ്പോൾ, സർക്കാർ മാറിയപ്പോൾ ഏറ്റവും ഒടുവിലിത DGP റാങ്കിലേക്ക് നടന്നു കയറേണ്ട ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീത, അതാണ് റോഷിപാൽ. നമുക്കറിയാം, അടുത്തിടെ ഇത്രയധികം വിവാദത്തിൽപ്പെട്ട മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനില്ല എന്ന് തന്നെ പറയാം. അപ്പോഴെല്ലാം സംരക്ഷണം ലഭിച്ച അജിത് കുമാറിന് പക്ഷേ സ്വന്തം സേനയിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ കുരുക്കാവുകയാണ്. അന്ന് ചൂരൽമല ഉരുൾപൊട്ടൽ കഴിഞ്ഞ സമയത്താണ് അജിത് കുമാർ വിളിപ്പിച്ചതെന്നും ഈ റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടതെന്നും ഒക്കെ മൊഴികളുണ്ട്. അത്തരത്തിലുള്ള SIT കണ്ടെത്തലുകളുണ്ട്, തെളിവുകൾ ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് UDF സർക്കാർ ഒരു സംരക്ഷണവും നൽകേണ്ട ഈ ഉദ്യോഗസ്ഥൻ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്, അല്ലേ റോഷിപാൽ? വിനിത, കാരണം SIT വിശദമായ പരിശോധന ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ്. ആ പരിശോധനയ്ക്കൊടുവിൽ അവർ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ AGDP ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയും രേഖപ്പെടുത്തി. ആ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി MR അജിത് കുമാർ ഈ കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടു എന്ന സ്ഥിരീകരണത്തിലേക്ക് SIT എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് DGP കൈമാറിയ റിപ്പോർട്ടിൽ ഈ കാര്യം കൃത്യമായി പരാമർശിച്ചത്. പിന്നീട് DGP MR അജിത് കുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ചാണ് കൂടുതൽ വ്യക്തത വരുത്താൻ SIT-യോട് ആവശ്യപ്പെടുകയും ചെയ്ത് വീണ്ടും വ്യക്തത വരുത്തി SIT അത് സംബന്ധിച്ച വിശദാംശങ്ങൾ DGP കൈമാറുകയും ചെയ്തിരുന്നു. പിന്നീട് നിയമോപദേശം കൂടി തേടി